നമസ്തേ, ഗീതാസപര്യയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഗീതാസപര്യയിൽ ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലുള്ള 30-ാം ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഭഗവത്ഗീത നമുക്ക് പോസിറ്റീവായിട്ടുള്ള ആശയങ്ങൾ തരുന്ന ഗ്രന്ഥമാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സ് കൂടുതൽ ബ്രൈറ്റ് ആവുകയും ആക്റ്റീവ് ആവുകയും സന്തോഷം നിറഞ്ഞതാവുകയും ഒക്കെ ചെയ്യുന്നത് അതിലുള്ള നല്ല ആശയങ്ങളുടെ ഫലമായിട്ടാണ്. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ആശയങ്ങൾ മനസ്സിൽ ഉണ്ടാക്കിത്തരുന്ന, അതിലൂടെ മനസ്സിൽ സന്തോഷം തരുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. മനസ്സിൽ നെഗറ്റീവായ ചിന്തകൾ കൊണ്ട്, തെറ്റായ ധാരണകൾ കൊണ്ട് കർമ്മത്തിൽ ഏർപ്പെടുന്നതിൽ നിന്ന് വിമുഖനായി തീർന്ന അർജുനന് ശ്രീ ഭഗവാൻ ഉപദേശിക്കുന്നതാണ് ഭഗവത്ഗീത. അതുകൊണ്ട് തന്നെ ഭഗവത്ഗീത മനസ്സിൻ്റെ ഒരു യൂസർ മാനുവലാണ് എന്ന് നമുക്ക് പറയാം. മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ, അതിൻ്റെ സ്വഭാവം പഠിപ്പിക്കുക, അതെങ്ങനെ ഏറ്റവും നന്നായി പ്രവർത്തിപ്പിക്കാം. മനസ്സ് നന്നായി പ്രവർത്തിക്കാൻ നല്ല ആശയങ്ങൾ വേണം, പോസിറ്റീവായിട്ടുള്ള ആശയങ്ങൾ വേണം. അങ്ങനെയുള്ള ആശയങ്ങൾ തരുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഈ ഭഗവത്ഗീതയിൽ എല്ലാ മനുഷ്യനും കർമ്മത്തിൽ നിന്ന് വിമുഖനായി തീർന്ന് ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായേക്കാം. ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉപദേശമാണ് പ്രാഥമികമായി തരുന്നത്. അത് കർമ്മയോഗം എന്ന ഒരു സമീപനമാണ്. അതൊരാശയമാണ്. അതായത് എല്ലാവരും കർമ്മത്തിൽ ഏർപ്പെടും, പക്ഷെ ഈ കർമ്മത്തെ തന്നെ ഒരു പ്രത്യേക രൂപത്തിൽ സമീപിക്കുന്നതാണ് കർമ്മയോഗം. കർമ്മത്തിൽ നിന്ന് അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെങ്കിലും ശരി, അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്ന സത്യം മനസ്സിലാക്കി അതിൻ്റെ പ്രോസസ്സിൽ മനസ്സ് അർപ്പിച്ച് അങ്ങനെ കർമ്മം ആ പ്രോസസ്സ് നമ്മുടെ നിയന്ത്രണത്തിലാണ്. എല്ലാ മനുഷ്യനും അവനവൻ്റെ കർമ്മം ചെയ്യുന്നു. ആ കർമ്മം ഏകദേശം നമ്മുടെ നിയന്ത്രണത്തിലാണ്. ആ നിയന്ത്രണത്തിലുള്ള കർമ്മത്തിൽ നമ്മൾ ഏകാഗ്രമാവുക, അതിൽ ശ്രദ്ധിക്കുക. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. അതിൻ്റെ ഫലം, അതുകൊണ്ട് എന്തുണ്ടാവുന്നു, ചിലപ്പോൾ നേട്ടമായിരിക്കാം, ചിലപ്പോൾ പരാജയമായിരിക്കാം, പക്ഷെ ഇത് നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നുള്ള ആ ഒരു അറിവാണ് ഭഗവത്ഗീത നമുക്ക് തരുന്നത്. അങ്ങനെ നമ്മൾ ആ പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ട് കർമ്മം ചെയ്യണം. ഈ കർമ്മം ഇതുപോലെ നല്ല പോസിറ്റീവായിട്ടുള്ള ആശയത്തോടു കൂടി കർമ്മം ചെയ്യുന്ന സമയത്ത് അയാളുടെ ഹൃദയം ശുദ്ധമായിത്തീരുന്നു. അതായത് ചിന്തകൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകളായിത്തീരുന്നു, പോസിറ്റീവായിട്ടുള്ള ആശയങ്ങൾ നിറഞ്ഞതായിത്തീരുന്നു അയാളുടെ മനസ്സ്. അതിൻ്റെ ഫലമായി അയാൾ യഥാർത്ഥത്തിലുള്ള സത്യം തിരിച്ചറിയുന്നു. ഈ ഭഗവത്ഗീത മുമ്പോട്ട് വയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടീച്ചിങ്, മറ്റൊരു പാഠമാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ നശ്വരമായ ഈ ശരീര മനസ്സുകൾക്ക്, ഇത് നശ്വരമാണ്. കാരണം ജനിക്കുകയും ആ ജനനം കഴിഞ്ഞാൽ വളർച്ചയുണ്ട്, അത് കഴിയുമ്പോൾ അതിന് പരിണാമമുണ്ട്, അത് കഴിയുമ്പോൾ അതിന് തളർച്ചയുണ്ട്, അവസാനം മരണമുണ്ട്. ഇതിങ്ങനെ നിരന്തരം ശരീരവും മനസ്സും ഇങ്ങനെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ശരീര മനസ്സുകളിൽ മാറാതെ നിൽക്കുന്ന ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവ് ഈ ശരീര മനസ്സുകളെ നിരീക്ഷിക്കുന്ന സാക്ഷിയായ ഉള്ളിലെ ജീവചൈതന്യമാണ് എന്ന ഒരു പാഠം ഭഗവത്ഗീത പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഞാൻ ഈ ആത്മാവാണ്, ഞാൻ ശരീര മനസ്സുകളല്ല. ശരീര മനസ്സുകളെ ഭഗവത്ഗീത ക്ഷേത്രം എന്നാണ് വിളിക്കുന്നത്, കൃഷിഭൂമി. ആ കൃഷിഭൂമിയിൽ കൃഷി ചെയ്യുന്നവനായ ഒരു കർഷകനെ പോലെയാണ് ഈ ആത്മാവിനെ കാണുന്നത്. അപ്പോൾ അതാണ് ക്ഷേത്രവും ക്ഷേത്രജ്ഞനും. ഈ ആത്മാവ് ഈ ശരീര മനസ്സുകളിൽ നിന്ന്, കൃഷിഭൂമിയിൽ നിന്ന്, ക്ഷേത്രത്തിൽ നിന്ന് വ്യത്യസ്ത സ്വഭാവത്തോടു കൂടിയവനാണ്. കാരണം ഈ ശരീര മനസ്സുകൾ നശ്വരമാണ്. എന്നാൽ അനശ്വര ചൈതന്യമായ ആത്മാവാണ് ഞാൻ എന്ന ആ ഒരു ജ്ഞാനം, അത് നമുക്ക് ഏത് ദുഃഖാവസ്ഥയിലും ആ ദുഃഖത്തിൽ നിന്ന് ഒരല്പം ഡിറ്റാച്ച് ചെയ്ത്, ഒരല്പം മാറി നിന്ന് മനസ്സിൽ ആശ്വസിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരുന്നു. അങ്ങനെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും, ഏത് ദുഃഖത്തിൻ്റെ സാഹചര്യത്തിലും അതിൽ നിന്നും നമുക്ക് ദുഃഖാതീതനായിട്ട് മാറി നിൽക്കാൻ, അതിൻ്റെ ഒരു സാക്ഷിയായി മാറി നിൽക്കാൻ, നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഒരു നിസ്സംഗത വളർത്തിയെടുക്കാൻ ഒക്കെയുള്ള ഒരു പാഠമാണ് നമുക്ക് ഭഗവത്ഗീത തരുന്നത്. ഇവിടെ ഈ 30-ാം ശ്ലോകത്തിൽ ശ്രീ ഭഗവാൻ കർമ്മം എങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്. പ്രാഥമികമായി
നമ്മളെല്ലാവരും വിചാരിക്കുന്നു ഞാനാണ് കർമ്മം ചെയ്യുന്നത്. പക്ഷേ ആത്യന്തികമായി നോക്കിയാൽ ഈ നമ്മുടെ എക്സിസ്റ്റൻസ് തന്നെ നമ്മുടെ നിയന്ത്രണത്തിലല്ല. കാരണം നമ്മൾ ജനിക്കുകയും അതിനുശേഷം നമ്മൾ വളരുകയും ചെയ്യുന്ന ഓരോ നിമിഷവും ഈ പ്രപഞ്ചത്തിലെ ഒരു വലിയ ചലനത്തിൻ്റെ അനവധി ചലനങ്ങൾ ഒരുമിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒഴുക്കിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതാണ്. എൻ്റെ ജനനം തന്നെ എൻ്റെ നിയന്ത്രണത്തിലല്ല, എൻ്റെ ഓരോ നിമിഷവും അതുകൊണ്ട് തന്നെ എൻ്റെ നിയന്ത്രണത്തിലല്ല. അങ്ങനെ ഞാൻ ചെയ്യുന്ന ഈ കർമ്മം തൽക്കാലം ഞാൻ ചെയ്യുന്നതാണെന്ന് തോന്നുമെങ്കിൽ പോലും അത് മനസ്സിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു തോന്നലാണ്. ഞാനാണ് ചെയ്യുന്നത്, ഞാനാണ് ഡിസിഷൻ എടുക്കുന്നത് എന്നൊക്കെ മനസ്സിലിങ്ങനെ തോന്നും. അങ്ങനെ തോന്നിയാൽ മാത്രമേ നമ്മൾ കർമ്മത്തിൽ ഏർപ്പെടുകയുള്ളൂ. അതിനുവേണ്ടി മനസ്സിൽ തോന്നുന്നതാണ്. പക്ഷേ വളരെ ആഴത്തിൽ നോക്കിയാൽ ഈ പ്രപഞ്ചത്തിലെ കോടാനുകൂടി ഉള്ള ആ കർമ്മ ചലനങ്ങളുടെ ഇടയ്ക്കുള്ള ഒന്ന് മാത്രമാണ് നമ്മുടെ ചലനം, നമ്മുടെ കർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ഒരിക്കലും ഞാൻ ചെയ്യുന്നതല്ല. അത് ഈശ്വര നിശ്ചിതമായി ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതായ ആ മഹത്തായ ശക്തി എന്തോ ആ മഹത്തായ ശക്തിയുടെ നിയന്ത്രണത്തിൽ സംഭവിക്കുന്നതായ ഒന്നാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നതോടുകൂടി നമ്മുടെ ഈ കർമ്മത്തെക്കുറിച്ചുള്ള നമ്മുടെ സമീപനം തന്നെ മാറിപ്പോകുന്നു. അതാണിവിടെ ഈ 30ാമത്തെ ശ്ലോകത്തിൽ ശ്രീ ഭഗവാൻ പറയുന്നത്. നോക്കൂ, മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസ നിരാശീർ നിർമ്മമോ ഭൂത്വാ യുദ്ധ്യസ്വ വിഗതജ്വര. ഇവിടെ അർജുനൻ ഇത് ഞാൻ ചെയ്യുന്ന കർമ്മമാണിത്, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബന്ധുക്കളെ കൊല്ലുക എന്ന ഒരു ദുഷ്കർമ്മം ചെയ്യുന്നു എന്ന് ഇയാൾ തെറ്റിദ്ധരിക്കുകയാണ് അർജുനൻ. യഥാർത്ഥത്തിൽ അതല്ല അവസ്ഥ. ആ അർജുനന്റെ ധർമ്മമാണ് അർജുനൻ ചെയ്യുന്നത്. ഒരു യോദ്ധാവെന്നുള്ള നിലയ്ക്കുള്ള അർജുനന്റെ സ്വധർമ്മമാണ് അർജുനൻ ചെയ്യുന്നത്. ആ സ്വധർമ്മം ചെയ്യുന്നത് ഇവിടെ ശത്രുക്കളായി വരുന്നത് ബന്ധുക്കളായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ആ ബന്ധുക്കൾ അധർമ്മത്തിന്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ ഇവിടെ അർജുനന്റെ ഉള്ളിൽ ഈ ശോകമോഹങ്ങൾ ഉണ്ടാകാനുള്ള കാരണം തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് മയി സർവാണി കർമാണി സന്യസ്യ. എന്നിൽ ഭഗവത്ഗീത പറയുന്നത്, അവിടെ ഉപദേശം കൊടുക്കുന്നത് ശ്രീഭഗവാനായതുകൊണ്ട് മയി എന്നിൽ എന്ന് പറയുമ്പോൾ അത് പരമാത്മാവിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പരമാത്മാവെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ തന്നെ മുഴുവൻ ചലനങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് ഇരിക്കുന്ന ആ പരമചൈതന്യമാണ്. ആ ഹോൾ മൂവ്മെന്റ്സ്, ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ചലനങ്ങളും നമ്മൾ പരിഗണിക്കുമ്പോൾ അതിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു? ആ ലക്ഷ്യം അത് ഓരോന്നും സഞ്ചരിക്കുന്നത് ഒരു പ്രത്യേക ഒരു എൻഡിലേക്കാണ്. അതുകൊണ്ടാണ് ഇതിനെല്ലാം ഒരു ലക്ഷ്യമുണ്ട് എന്ന് പറയുന്നത്. അത് മറ്റൊരു വിഷയമാണ്. ആ വിഷയം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ആ ചലനങ്ങൾക്കെല്ലാം സൂത്രധാരനായി പ്രവർത്തിക്കുന്നത് ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തിയെയാണ് നമ്മൾ പരമാത്മാവ് ഈശ്വരൻ എന്ന് പറയുന്നത്. ആ ഈശ്വരനിൽ മയി സർവാണി കർമാണി സന്യസ്യ, എല്ലാ കർമ്മങ്ങളെയും സമർപ്പിച്ചിട്ട്, സന്യസ്യ എന്ന് പറഞ്ഞാൽ സമർപ്പിച്ചിട്ട്, അതായത് ഞാനാണിത് ചെയ്യുന്നത് എന്ന ഭാവമില്ലാതെ ഈ ഈശ്വര നിശ്ചിതമായി. ഇപ്പോൾ ഉദാഹരണത്തിന് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാൾ, അയാളുടെ ബോസ് പറഞ്ഞിട്ട് അയാളൊരു കർമ്മം ചെയ്യുന്നു. അപ്പൊ ഈ കർമ്മം അയാളാണ് ചെയ്യുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ആ കർമ്മത്തിന്റെ ഉടമ ആ ബോസാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഞാൻ ചെയ്യുന്ന കർമ്മം ഞാനാണ് ചെയ്യുന്നതെങ്കിലും എന്നെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് ഈ പരമാത്മ ചൈതന്യമാണ് എന്ന ബോധത്തോടുകൂടി, അത് സത്യത്തിന്റെ തിരിച്ചറിവാണ്. അതാണ് സത്യം. അതാണ് മയി സർവാണി കർമാണി സന്യസ്യ. എല്ലാ കർമ്മങ്ങളും യഥാർത്ഥത്തിൽ ഈശ്വരൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. നമ്മൾ ഈശ്വരന്റെ ഒരു ഉപകരണം മാത്രമാണ് എന്ന രീതിയിൽ. അധ്യാത്മചേതസ എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ഞാനാണ് ചെയ്യുന്നത് എന്ന ബോധമില്ലാതെ, അതാണ് ആ ഞാൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പരമാത്മാവ് തന്നെയാണ്. അതാണ്
ആ ആത്മചൈതന്യത്തെക്കുറിച്ചുള്ള ബോധത്തോടു കൂടി. എൻ്റെ ഈ ശരീര മനസ്സുകളല്ല ഞാൻ ആത്മാവാണ്. ഈ ശരീര മനസ്സുകളിൽ നിന്ന് മാറി നിൽക്കുന്ന ആത്മാവാണ് ഞാൻ. ആ ആത്മാവ് പരമാത്മാവാണ്. അതാണ് ശരീര മനസ്സുകളിൽ നിന്ന് അല്പം മാറി നിൽക്കുന്ന ഒരു കാഴ്ചക്കാരനായ സാക്ഷിയായ ആത്മാവാണ് ഞാൻ. ആ സാക്ഷിയായ ആത്മാവ് യഥാർത്ഥത്തിൽ പരമാത്മാവ് തന്നെയാണ് എന്നുള്ള ബോധത്തോടുകൂടി, ആത്മബോധത്തോടുകൂടി, അധ്യാത്മചേതസ, ശരീര മനസ്സുകളിൽ നിന്ന് വ്യത്യസ്തനായ ആത്മാവാണ്, എല്ലാ കർമ്മങ്ങളുടെയും സാക്ഷിയായ ആളാണ് ഞാൻ. അതാണ്. അങ്ങനെ ആ ബോധത്തോടുകൂടി നിരാശീർ, അതുകൊണ്ട് തന്നെ ആഗ്രഹങ്ങളിൽ മുഴുകാതെ, ആഗ്രഹങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട്, അങ്ങനെ ആഗ്രഹങ്ങളെ, മനസ്സിലിങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ്. ആ ആഗ്രഹങ്ങളെ നമ്മളൊരു സാക്ഷിഭാവത്തിൽ കണ്ടിട്ട് അതിൽ ധാർമ്മികമായ ആഗ്രഹങ്ങൾ മാത്രം, ആവശ്യമായ ആഗ്രഹങ്ങൾ മാത്രം നടപ്പാക്കുകയും മറ്റാഗ്രഹങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാവുകയും ചെയ്യുക. അതാണ് നിരാശീർ. നിർമ്മമോ ഭൂത്വ, മമ എൻ്റേത് എന്ന ഭാവമില്ലാതെ, നിർമ്മമോ ഭൂത്വ യുദ്ധ്യസ്വ. ഇവിടെ യുദ്ധ്യസ്വ എന്നുള്ള വാക്കിൻ്റെ ലിറ്ററൽ മീനിങ് ശ്രീ ഭഗവാൻ അർജുനനോട് പറയുന്നു, നീ യുദ്ധം ചെയ്യൂ എന്ന്. പക്ഷെ ഇവിടെ യുദ്ധം ചെയ്യൂ എന്ന വാക്കിൻ്റെ അർത്ഥം നീ നിന്റെ ധർമ്മം അനുഷ്ഠിക്കൂ, നീ നിന്റെ സ്വധർമ്മം അനുഷ്ഠിക്കൂ എന്നാണ്. അല്ലാതെ നീ യുദ്ധസ്വ എന്ന് പറയുമ്പോൾ ശ്രീ ഭഗവാൻ അർജുനനോട് നീ ഹിംസയിൽ ഏർപ്പെടൂ എന്നല്ല പറയുന്നത്. പകരം നീ നിന്റെ സ്വധർമ്മം ചെയ്യൂ എന്നാണ് പറയുന്നത്. ഇപ്പൊ പാട്ട് പാടുന്ന ഒരാളാണെങ്കിൽ ആ ആളോട് നീ പാട്ടുപാടൂ എന്ന് പറയുന്നത് പോലെയാണ് ഈ യുദ്ധസ്വ എന്ന് പറയുന്നത്. ഇവിടെ സോൾജിയർ ആയതുകൊണ്ട് നീ യുദ്ധത്തിൽ ഏർപ്പെടുക. നീ കൊല്ലൂന്ന് മാത്രമല്ല, നീ ശത്രുവിൻ്റെ കയ്യാൽ ചിലപ്പോൾ ശത്രുവിൻ്റെ ആയുധങ്ങളാൽ നീ ചിലപ്പോൾ മരിച്ചു വീഴും. അങ്ങനെയാണെങ്കിലും ഇത് രണ്ടിനെയും ഒരുപോലെ കണ്ടുകൊണ്ട്, അതാണ് നിർമ്മമോ ഭൂത്വ, മമ എൻ്റേത് എന്ന ഭാവം ഇല്ലാതെ യുദ്ധസ്വ, നീ യുദ്ധത്തിൽ ഏർപ്പെടുക. എങ്ങനെ? വിഗതജ്വര, വിഗതജ്വരനായി, ജ്വരം ഇല്ലാതെ. അപ്പോൾ മയി സർവാണി കർമാണി സന്യസ്യ, ഈശ്വരൻ്റെ നിശ്ചിതമാണ്, ഈശ്വരൻ നമ്മളെ കൊണ്ടൊരു ഉപകരണം എന്ന രീതിയിൽ ചെയ്യിക്കുന്നതാണ് എല്ലാ കർമ്മങ്ങളും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അധ്യാത്മചേതസ, ഈ ശരീര മനസ്സുകളിൽ നിന്ന് സാക്ഷിഭാവത്തിൽ മാറി നിൽക്കുന്ന നിത്യനായ ആനന്ദസ്വരൂപിയായ ആ ആത്മചൈതന്യത്തെക്കുറിച്ചുള്ള സ്മരണയോടുകൂടി, അതാണ് സത്യം. ഈ ശരീര മനസ്സുകളും കർമ്മവും എല്ലാം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്നുള്ള ആ യാഥാർത്ഥ്യ ചിന്തയോടുകൂടി നിരാശീർ, ആവശ്യമായ ആഗ്രഹങ്ങൾ ഒഴിച്ച് മറ്റാഗ്രഹങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട്, നിർമ്മമോ ഭൂത്വ, മമ എൻ്റേത് എന്ന ഭാവത്തെ ഒഴിവാക്കിക്കൊണ്ട്, യുദ്ധ്യസ്വ, നീ നിന്റെ സ്വധർമ്മത്തിലേർപ്പെടുക. എങ്ങനെ? വിഗതജ്വര, ജ്വരം ഇല്ലാതെ. ഇതാണ് എൻ്റെ മതം, എൻ്റെ അഭിപ്രായം എന്നാണ് ശ്രീ ഭഗവാൻ പറയുന്നത്. അത് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കാണാം. അടുത്ത ശ്ലോകത്തിലേക്കുള്ള ഗീതാസപര്യയിലേക്ക് ക്ഷണിച്ചുകൊണ്ട്, സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.